ഹലോ ഗൈസ്, എല്ലാവർക്കും മീഡിയ മേക്കർ ചാനലിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് പോവുകയാണ്. അച്ഛാ വിളിക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ ഒരു പണി ഉണ്ടായിരുന്നു, ഒരു വലിയ സെൽഫ്. അപ്പം അതിൻ്റെ പണി കഴിഞ്ഞ് ഫൈനൽ ലുക്ക് കാണിച്ചാൽ ഇതാണ് സാധനം. പണി കഴിഞ്ഞിട്ട് അച്ഛൻ അടിച്ചു വരിക. ഇതാ നമ്മളെ പെരുത്തൊരു സാധനമാണ്, കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇത്ര വലുതാണ്. കണ്ടോ 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 ഒരേപോലത്തെ സാധനമാണ്. കണ്ടോ, ഇങ്ങനെയുള്ളതാണ്. റൈഡോ സൂപ്പർ. ഞാൻ അച്ഛ അവിടുന്ന് ഒരു മൂർഖനെ കണ്ട്. ഒരൊറ്റ ഇങ്ങനെ ഒരു മഴയത്തൊക്കെ മൂർഖൻ വരൂലേ, മൂർഖൻ പാമ്പ്. എൻ്റെ അമ്മ എത്ര വണ്ണ അറിയോ അതിന്? എൻ്റെ അമ്മ ഇത്ര ഉണ്ട്, ഒരു മുട്ട വിഴുങ്ങിയ പോലെ. എന്തോ ഒരു എലീനെ വിഴുങ്ങിയ അത്ര ഉണ്ടാവും. പെരുത്തൊരു സാധനം. എന്നാ പെരുമ്പാമ്പായിരിക്കും. ആണ്ടാണ്. ഞാൻ കണ്ടപ്പോൾ ഒരു പെരുത്ത സൈക്കിള് ഓടിക്കുമ്പോഴാണ് എൻ്റെ അമ്മ പെരുത്തൊരു സാധനം. പേടിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഒരു കല്ലുണ്ട്. എനിക്ക് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, ഞാനൊന്നും ചെയ്തില്ല. അപ്പം ഒന്നും ചെയ്യാണ്ടൊക്കെ കഴിഞ്ഞാൽ അപ്പം എന്ത് കല്ലെടുത്തറിഞ്ഞ് കേസ്. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റും ചെയ്യുക. അപ്പോൾ അച്ഛൻ പറയുന്നത് ബീച്ചിൽ പോയെന്ന്, അത് എൻ്റെ ഒരു അർത്ഥമാണ്. പേടിച്ച് പോയതാണ് പറഞ്ഞത്, പക്ഷേ ഞങ്ങൾ ഭാഷ വേറെ. ബീച്ചിൽ പോയതെന്നാണ് ചോദിക്കുന്നത്. എന്നെ കൊഞ്ചിക്കുകയാണ് ഗൈസ്, കൊഞ്ചിക്കുക. അപ്പം നമ്മൾ ശ്രാവണ്ടാടെ ഷൂട്ടിങ്ങിന് പോയതാണ്, ചാമൂസ് ചാനലിലെ. അപ്പം അവൻ്റെ ഇതിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട കമൻറ്റും ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമൻറ്റും ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റും ചെയ്യണ്ട. ഇഷ്ടപ്പെടണം നിങ്ങൾക്ക്. അപ്പം ചാമുൻ്റെ ചാനലും കാണണം, എൻ്റെ ചാനലും കാണണം. മീഡിയ മേക്കറും ചാമൂസ് ചാനലും കാണണം. അപ്പോൾ ഞാൻ അവിടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഇതിലുണ്ട്, കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ് നമ്മൾ കൊണ്ടുപോയ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പാക്കിങ്ങിന് കൊണ്ടുപോയ ക്യാപ്പുണ്ട്, കാണുന്നില്ല, അമ്പർല ഉണ്ട്. പിന്നെ ബലൂണുണ്ട്. ബലൂണിനെ പറ്റിയിട്ടൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അപ്പം ബലൂണുണ്ട്. പിന്നെ പെന്നുണ്ട്. പേപ്പറാണല്ലോ. പെന്ന് എന്താ ഡയലോഗ് എഴുതാൻ പെന്ന് വേണം. അപ്പം പെന്ന് എടുക്കുന്നായിരുന്നു, ജൽപ്പെന്നാണ് ഇനീൻ്റെ. അപ്പം ഇത്ര എടുത്തു. നമ്മൾ ബലൂണ് കയറിപ്പിക്കും. വീർക്കുന്നില്ല ഗൈസ്. ഒരിക്കലും വീടുകാരെ ആക്രമിച്ചത് പറയാൻ കഴിയില്ല. കാരണം ഇന്ന് ഉച്ചക്കാണ് ഈ സംഭവം നടക്കുന്നത്. പ്രത്യേകിച്ച് ബിജെപിക്കാർക്ക് അധികം പേർ താമസിക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ റോഡിൽ കൂടെ പോകുമ്പോൾ കെട്ടിത്തരും, കിട്ടാൻ അറിയാത്തോണ്ടാ. അച്ഛാ ഫാദർ കെട്ടിത്തരും. ബലൂൺ ചിദംബരാടികളാണ് മോനെ. ബലൂൺ കുറച്ച് കാറ്റ് നമ്മളൊരു മാജിക് ചെയ്യാനാണ്. ഇത്ര വേണം.
കെട്ടാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ കെട്ടാൻ പോണ കാറ്റി അപ്പൊ ഞാൻ വളരെ പ്രധാനപ്പെട്ട വാർത്തയ്ക്കുള്ള അവധി അപേക്ഷ നൽകിയിരിക്കുന്നു. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളുടെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തി എന്ന് VC സിസ തോമസിന്റെ മറുപടി വന്നിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ഇങ്ങനൊരു അവധി അപേക്ഷ അതും ഈ സമയത്ത് രജിസ്ട്രാറിന്റെ ഭാഗത്തും അത് എന്താണ് അതിന്റെ സാഹചര്യം, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി തന്നെ വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് ഒരു കത്ത് അയച്ചിരുന്നു. ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഇനി രജിസ്ട്രാർ പ്രവേശിച്ചാൽ തുടർ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ കത്ത്. അതായത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ സർവകലാശാലയിൽ പ്രവേശിക്കുകയോ രജിസ്ട്രാറുടെ ചേംബറിലെത്തി ഫയലുകൾ കൈകാര്യം ചെയ്താൽ തുടർ നടപടി ഉണ്ടാകുമെന്നായിരുന്നു കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. തൊട്ടു പിന്നാലെ വൈസ് ചാൻസലറായ മോഹൻ തുമ്പൽ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തി. ഇപ്പോൾ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ മോഹൻ തുമ്പൽക്കാണ് ഇടാൻ കുറച്ച് സമയം വേണം ഗൈസ്. അപ്പം അതിന് നമ്മളൊരു കുറച്ച് സമയം. അപ്പം ഗൈസ് നമ്മളെ ബലൂണിൽ കോയിൻ കയറ്റാൻ പറ്റില്ല. പക്ഷെ ഒരു മാജിക് ഉണ്ട് നമുക്ക്. ആദ്യം ഒരു ബലൂൺ കെട്ടിയതെടുക്കാം. നമ്മളെ പണ്ടത്തെ ബലൂൺ തന്നെയാണ്. അത് കെട്ടിയതെടുത്ത് ഒരു പിന്നെ ഞാൻ പിന്നിട്ടിട്ടുള്ളൂ. ഇത്ര ആക്കിയിട്ടുള്ളൂ. ഒരു പിന്നെടുക്കുക. ഞാൻ ഇതിൽ കയറ്റും, പക്ഷെ പൊട്ടാണ്ട് ആവും. അപ്പോൾ ഗൈസ് ഇതിൽ കാറ്റ് പോകുമ്പോൾ ഒരു ചെറിയൊരു സംശയമുണ്ട്. ഇല്ല ഗൈസ്, അപ്പം ഞാൻ നടുവ് കൂടെ ഇട്ടത് പൊട്ടൂല. ഇത് ഞാൻ കുറേ ചെയ്തിട്ടുള്ള. ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. സുരേഷ് മാമൻ എന്ന് വെച്ചാൽ വരിക ഗൈസ്. ഉള്ളിലോട്ട് മെല്ലെ തീറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഗൈസ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഓട്ടം കണ്ട ഗൈസ്, കണ്ടോ 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 കണ്ടോ. ഇതാണ് ജോസഫിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. ഒന്നാമത്തെ ഭാഗം UDFന്റെ മുഖ്യമന്ത്രി വരും എന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷ ആളുകളും കണ്ടെത്തി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം ഞങ്ങൾക്ക് നിലനിർത്തി അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനോട് യോജിക്കുന്നു. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിയാകുന്നത് അന്ന് അതിൻ്റെതായ MLA-മാരും ആയിട്ട് ആലോചിച്ച് നല്ല സുഖം കിട്ടും ഗൈസ്. കാറ്റ് പോയിട്ട് നല്ല ചെവിക്കാനുള്ള വേണ്ടി. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പം ബൈ ബൈ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ ഗൈസ്.